കൂടാതെ ശിവയിൽ നിന്നുള്ള പിതാക്കന്മാരുണ്ട്. ഹലോ, ബാബക്കാലം ചെയ്തു, ബാബയെ അടക്കണ്ടേ? സെഫാനോസ് പള്ളിയിൽ അടക്കുന്നത് സംബന്ധിച്ച് ഒരു ചർച്ച വന്നു. അപ്പോൾ പല ചർച്ചകളായി. ആലുവായിലെ വലിയ തിരുമേനി പറഞ്ഞു, ഏറ്റവും കൂടുതൽ പരിശുദ്ധനായ ബാബ താമസിച്ചതും കമ്മ്യൂണിക്കേഷൻ നടത്തിയതും സഭാവിഷയത്തിൽ ഇടപെട്ടതും ആലുവ തൃക്കുന്നത്ത് സെമിനാരിയിലാണ്. അതുകൊണ്ട് തൃക്കുന്നത്ത് സെമിനാരി അടക്കണം. അപ്പോൾ മിഖായേൽ തിരുമേനി പറഞ്ഞു, ഇവിടെയല്ലേ മോറാൻ ഖബറടങ്ങിയത്, നമുക്ക് ഇവിടെ തന്നെ ഖബറടക്കാം. എന്നാൽ അന്നേരം വട്ടശ്ശേരി തിരുമേനി വന്നിട്ടുണ്ട്. വട്ടശ്ശേരി തിരുമേനി പറഞ്ഞ് ആഗമാന സുറിയാനി സഭയുടെ പരമാധ്യക്ഷനാണ്, ഇതിൻ്റെ അവകാശം മലങ്കര സഭയ്ക്കുള്ളതാണ്. അതുകൊണ്ട് പഴയ സെമിനാരിയിൽ മോറാനെ ഖബറടക്കണം. അപ്പോൾ തർക്കായി. ആലുവയിലെ വലിയ തിരുമേനി പറഞ്ഞു, അതെങ്ങനെ ശരിയാകും? മോറാൻ വന്നിട്ട് ഇത്രയും കാലമായി, ഒരിക്കലെങ്കിലും ആ പഴയ സെമിനാരിൽ വിളിച്ചുകൊണ്ട് പോകാൻ സാധിച്ചിട്ടുണ്ടോ? ഒരിക്കൽ പോലും പഴയ സെമിനാരിയിൽ പരിശുദ്ധനായ ബാബയെ കൊണ്ടുപോയിട്ടുണ്ടോ? വട്ടശ്ശേരി തിരുമേനിക്ക് മറുപടി ഉണ്ടായിരുന്നില്ല, കാരണം അവിടെ കൊണ്ടുപോയിട്ടില്ല. അതുകൊണ്ട് ജീവിച്ചിരുന്നപ്പോൾ കൊണ്ടുപോകാൻ സാധിക്കാത്ത ഇടത്തേക്ക്, അത് പാണപ്പടിപ്പള്ളി പോയി താമസിച്ചിട്ടുണ്ട്. പാണപ്പടിപ്പള്ളിയിൽ ഇഗ്നാത്തിയോസ് ബാവ താമസിച്ചു പോവാണെങ്കിലും തൊട്ടപ്പുറയിൽ ആറ് കടന്നാൽ പഴയ സെമിനാരിയല്ലേ, അവിടെ പോലും താമസിച്ച് കൊണ്ടുപോയിട്ടില്ല. അതുകൊണ്ട് അവിടേക്ക് വിടുന്ന പ്രശ്നം ഉദിക്കുന്നില്ലെന്ന് വലിയ തിരുമേനി ശക്തമായ നിലപാടെടുത്തു. അങ്ങനെയാണ് ഇവിടെ തന്നെ സിംഹാസനത്തിന്റെ പേരിൽ സ്ഥലം അച്ഛൻ തന്നെയാണ് എഴുതി കൊടുത്തത്, അച്ഛൻ തന്നെയാണ് എഴുതി കൊടുത്തത്. അങ്ങനെയാണ് പരിശുദ്ധ മോറാൻ ഇവിടെ ഖബറടങ്ങിയത്. വിട്ടില്ല എന്നിട്ടും അത് പറയുമ്പോൾ ചിലർക്ക് വിഷമം തോന്നും. എന്നിട്ട് അയാൾ പറയും, എഴുതും മപ്രി ആന കള്ളം പറയാമെന്നൊക്കെ പറഞ്ഞ് എഴുതും ചിലരൊക്കെ. അവരെഴുതട്ടെ, എനിക്കതിന് വിഷമമൊന്നുമില്ല. പക്ഷെ സത്യം ഒരിക്കലും നമുക്ക് മറച്ചു വയ്ക്കാൻ പറ്റുമോ? എത്രമാത്രം സത്യത്തെ വളച്ചൊടിച്ചാലും എറേസ് ചെയ്താൽ ഖബറടക്കം കഴിഞ്ഞു. പിറ്റേ ദിവസം താലൂക്ക് ഓഫീസറും വില്ലേജ് ഓഫീസറും ഒരു പോലീസുകാരനോ വേറെ ഒന്നോ രണ്ടോ പേരൊക്കെ കൂടെ വന്നു. ചില പേപ്പറൊക്കെ ആയി കോടതിയിൽ നിന്നാണ്. വട്ടശ്ശേരി തിരുമേനി പരാതി കൊടുത്തു. എന്താ? പരിശുദ്ധ പാത്രീകയുടെ സ്ഥാപന ജംഗമ സ്വത്തുക്കളൊക്കെ അവർക്ക് വേണം, പഴയ സെമിനാരിയിലേക്ക് കൊണ്ടുപോകണം. മിഖായേൽ തിരുമേനിയും യൂലിയോസ് തിരുമേനിയൊക്കെ കൊണ്ടുവിടും. യൂലിയോസ് തിരുമേനി പറഞ്ഞു, അതെങ്ങനെ ശരിയാകും? അതെങ്ങനെ ശരിയാകും? ആബുലൊരു കാര്യം ചെയ്യുക. ആബുൽ പരിശുദ്ധ അന്ത്യോക്യ സിംഹാസനത്തിന്റെ കീഴിൽ പരിശുദ്ധ ഇഗ്നാത്തിയോസ് ഏലിയാസ്തിയൻ പാത്രീർക്കീസ് പരമ മേലധ്യക്ഷനെ അംഗീകരിച്ചുകൊണ്ട് ഒരു കത്ത് തരാമോ? അങ്ങനെ ഒരു കത്ത് തരാമോ? അങ്ങനെ ഒരു കത്ത് തന്നാൽ ഞാൻ സ്ഥാപന ജംഗമ സ്വത്തുക്കളൊക്കെ വിട്ടുതരാമെന്നുള്ളത്. അതിനുശേഷം പറഞ്ഞു, പരിശുദ്ധൻ ഇവിടെ വന്നത് വൈസ്രോയുടെ ഗസ്റ്റായിട്ടാണ്. ആവശ്യമില്ലാത്ത പ്രശ്നങ്ങൾ ആൾക്കാരെ വിട്ട് തഹസിൽദാരെ കൊണ്ട് ഉണ്ടാക്കാൻ പോയി ഉണ്ടാക്കിയാൽ അതിന് വേറെ മറുപടി ഉണ്ടെന്ന് പറഞ്ഞു. കാരണം പരിശുദ്ധ പാത്രീർക്കീസ് ബാവ വൈസ്രോയുടെ ഗസ്റ്റായിട്ടാണ് വന്നിരിക്കുന്നത്. എന്തായാലും കോട്ടയത്ത് നിന്ന് വന്ന താലൂക്ക് ഓഫീസറും കൂടെ ഉണ്ടായിരുന്നവരും അവരെ കുറ്റം പറയുകയല്ല, അങ്ങനെ ഒരു മൂവ് നടന്നു ഡോക്യുമെന്റലായിട്ട് അവകാശപ്പെട്ടു. ഇങ്ങനെയുള്ള ചരിത്രം കൂടെ ഉണ്ടായിട്ടുണ്ട്. ഇവിടെ അഥാനാസിയോസ് തിരുമേനി ഭൗതിക സ്വത്തുക്കളെ സംബന്ധിച്ചൊക്കെ സൂചിപ്പിക്കുകയുണ്ടായി. ഏത് കാലത്തും ഇങ്ങനെയൊക്കെ തന്നെയാണ്.
നമുക്ക് അവരെക്കുറിച്ചൊന്നും വിരോധമോ വെറുപ്പോ ഒന്നുമില്ല. 94 വർഷം പിന്നിടുമ്പോൾ ഇങ്ങനെയുള്ള ചരിത്ര സത്യങ്ങൾ, ഇത് ഞാൻ പറയുന്നതല്ല, ഇതൊരു ചരിത്ര സത്യമാണ്. ഈ സമയങ്ങളിലെല്ലാം കൂടെ ഉണ്ടായിരുന്ന ഗബ്രിയേൽ ശമാശൻ 78 വയസ്സുള്ളപ്പോൾ 1974 അദ്ദേഹം കുറിച്ച് വെച്ചിട്ടുള്ള നേരിട്ട് കണ്ടതും കേട്ടതുമായ കാര്യങ്ങളൊക്കെ തന്നെയാണ്. പ്രിയമുള്ളവർ, നമ്മളിന്നും ആ മോറാണ് ഉയർത്തിപ്പിടിച്ച സത്യവിശ്വാസത്തിന്റെ കീഴിൽ അടിയുറച്ചു നിൽക്കുകയാണ്. കഷ്ടങ്ങൾ ഒത്തിരി ഉണ്ടായി, ഒത്തിരി പ്രയാസങ്ങളുണ്ടായി. ഇവിടെ തിരുവേലി സൂചിപ്പിച്ചതുപോലെ 58 പള്ളികൾ നഷ്ടപ്പെട്ടപ്പോഴും 58 കുടുംബങ്ങൾ നമുക്ക് നഷ്ടപ്പെട്ടിട്ടില്ല. ഈ സഭ ധന്യമാണ്. ഈ സഭയ്ക്ക് എന്തെല്ലാം കോട്ടങ്ങളും നഷ്ടങ്ങളും ഉണ്ടായാൽ അതിൽ നിന്നെല്ലാം ഒരു ഫീനിക്സ് പക്ഷിയെ പോലെ ഈ സഭ ഉയർത്തെഴുന്നേൽക്കും. കാരണം ഇത് സത്യമുള്ള സഭയാണ്, ഇത് ദൈവത്തിന്റെ സഭയാണ്, ഇത് പരിശുദ്ധ പത്രോസിനാൽ ഏറ്റുപറഞ്ഞ വിശ്വാസത്തിൽ സ്ഥാപിതമായ സഭയാണ്. ആ വിശ്വാസത്തെ ആർക്കും തകർക്കാൻ പറ്റില്ലല്ലോ. ഇത് പണിതിരിക്കുന്നത് പാറപ്പുറത്താണ്, ഉറപ്പുള്ള പാറമേലാണ്. നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. ഇത്രയും മഹത്തായ ഒരു പാരമ്പര്യം പേറുന്ന ഒരു സഭ ഞാൻ മാരാമൺ കൺവെൻഷനിൽ പ്രസംഗിച്ചു. 1700 വർഷം മുമ്പ് നടന്ന ആദ്യത്തെ എക്യുമെനിക്കൽ സിനഡിൽ അന്ന് റോമിലെ പോപ്പുണ്ട്, അതുപോലെ 4 സഭകളിലെ എല്ലാം ഹെഡ്സ് ഉണ്ട്. അന്ന് ആ എക്യുമെനിക്കൽ ആദ്യത്തെ സിനഡ് പ്രിസൈഡ് ചെയ്തത് അന്ത്യോക്യൻ സുറിയാനി സഭയുടെ ഓർത്തഡോക്സ് സഭയുടെ പരിശുദ്ധ പത്രീർക്കീസ് ബാവയാണ്. ഇഗ്നാത്തിയോസ് ഒസ്താത്തിയോസ് പത്രീർക്കീസ് ബാവ. അതാണ് നമ്മുടെ സഭയുടെ പൈതൃകം. അതൊന്നും എല്ലാവർക്കും അവകാശപ്പെടാൻ സാധിക്കുന്ന ഒന്നുമല്ല. അങ്ങനെ ആരവകാശപ്പെട്ടാലും നമുക്കും അതിൽ സന്തോഷം മാത്രമേ ഉള്ളൂ. കാരണം അവിടെയും ആ സിംഹാസനം, ആ ചരിത്രം മഹത്വീകരിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. ഞാൻ ആ ഭാഗം വിടട്ടെ. നമ്മൾ ഒരു തീർത്ഥാടനമായി ഇവിടെ എത്തിയിരിക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ പരിശുദ്ധ മോറാനിൻ്റെ ധന്യമായ